പോറ്റിയേ കേറ്റിയേ സ്വർണ്ണഞ്ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ. ഇതാണ് ഇപ്പോഴത്തെ വൈറൽ പാട്ട്. ഇപ്പോഴല്ല, ഇലക്ഷന് മുമ്പേ തന്നെ ഇത് വൈറലായിരുന്നു. ആൾക്കാർക്കിടയിൽ വലിയ രീതിയിൽ പ്രീതി നേടിയ പാട്ടായിരുന്നു. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പുകൾക്ക് പാരഡി പാട്ടുകൾ വരുന്നത് വളരെ സ്വാഭാവികമാണ്. ഈ പറയുന്ന ഭക്തിഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ തുടങ്ങി ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അടക്കം, ഹിന്ദു ഭക്തിഗാനങ്ങൾ അടക്കമുള്ളവയൊക്കെ പാരഡി ആയിട്ട് വരാറുണ്ട്. കൂടുതലും ഇത്തരം ഭക്തിഗാനങ്ങൾ ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ ഇല്ലെങ്കിൽ നാമകീർത്തനങ്ങളോ ഒന്നുമല്ല ആവാറുള്ളത്. പകരം ഈ പറയുന്ന സിനിമാ പാട്ടുകളോ ഇല്ലെങ്കിൽ പ്രചാരം നേടിയിട്ടുള്ള സാധാരണഗതിയിൽ സാമാന്യ മനുഷ്യർ ഈ പറയുന്ന കാസറ്റുകളിലൊക്കെ ഇറക്കിയ, ഏതെങ്കിലും കമ്പനികളൊക്കെ ഇറക്കിയ ഈ പറയുന്ന ഈ പറയുന്ന ഭക്തിഗാനങ്ങൾ പാരഡി പാട്ടുകളായിട്ട് മാറാറാണ്. അല്ലാതെ ഹരിവാസനം എടുത്തൊന്നും ആരും ഈ പറയുന്ന പാരഡി പാട്ടുണ്ടാക്കാറില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെ ആരാധനാഗാനങ്ങളൊന്നും എടുത്ത് ചെയ്യാറില്ല. ഇത്തരം ഭക്തിഗാനങ്ങളാണ് പൊതുവിൽ പാടി നടക്കുന്നതായിട്ടുള്ള ഗാനങ്ങൾ. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരാണ്, ഞങ്ങളാണ് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് കിടക്കുന്ന കുറേ എണ്ണത്തിന് ഇപ്പോൾ അങ്ങ് കൃമികടി ഇളകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് CPM-ൻ്റെ നേതാക്കളൊക്കെയാണ് ഈ പറയുന്ന കൃമികടിയുടെ അസുഖം തുടങ്ങിയിട്ടുള്ളത്. അവർക്ക് വലിയ പ്രശ്നം ഇതിൻ്റെ അവതരണത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഈ ഗാനം പുറത്തെത്തിച്ചവരിൽ പ്രധാനി ഒരു മുസ്ലിം നാമധാരിയാണ്. വർഗീയത കൊണ്ടിളകി സഖാക്കളുടെ സ്വഭാവം ഇതാണ് എന്ന് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കിയിട്ട് ഒരു സന്ദർഭം കൂടിയാണിത്. എന്താണ് ഇവർക്ക് പ്രശ്നം? ഇവർ പറയുന്നു ഇത് വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നതാണ്. അയ്യപ്പൻ്റെ കോണകം വരെ അടിച്ചുകൊണ്ട് പോയവന്മാർക്കാണ് ഈ പറയുന്ന വിശ്വാസത്തിനെ മുറിവേൽപ്പിച്ച് ഇത്രയും വലിയ കള്ളന്മാർ. CPM-ൻ്റെ വലിയ നേതാക്കളായിട്ടുള്ള 2 എണ്ണം ജയിലിൽ കിടക്കുകയാണ്. ഇവർ ഈ പറയുന്ന ഭഗവാന്റെ സകലമാന സ്വത്തുക്കളും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നവന്മാർ പറയുകയാണ് വിശ്വാസത്തെ മുറിവേൽപ്പിച്ചു ഒരു ഗാനം വന്നപ്പോൾ. വിശ്വാസത്തെ എന്ത് മുറിവേൽപ്പിച്ചെന്ന്? അവിടെ ദ്വാരപാലക ശില്പങ്ങൾ, സ്വർണ്ണപ്പാളി, വാതിൽപ്പാളികൾ, കട്ടള, മുമ്പിരുന്ന വാതിലൊക്കെ എവിടെ പോയി എന്നുള്ളത് അറിയില്ല. ഇതിനു മുമ്പുണ്ടായിരുന്നു അയ്യപ്പൻ ഇരിക്കുന്നത് ഒറിജിനൽ വിഗ്രഹമാണോ എന്ന് പോലും ഭക്തർക്ക് സംശയമുള്ള കാലഘട്ടത്തിൽ, അങ്ങനെ ഭയപ്പെടുന്ന കാലഘട്ടത്തിൽ, നമുക്കെല്ലാവർക്കും വേദന തോന്നുന്ന, വരി നിന്ന് ക്യൂ നിന്ന് തളർന്നു വീഴുന്ന ശബരിമലയിലെ ഭക്തരുള്ളപ്പോൾ വ്രണപ്പെടാത്ത വിശ്വാസം ഈ പറയുന്ന ഇവന്മാർ കൊള്ളയടിച്ചു, കള്ളന്മാരാണ്, സ്വർണം മോട്ടിച്ചവന്മാരാണ്, ഇവന്മാർക്ക് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപേ തന്നെ വീക്ക്നെസ്സാണ്, ഇവന്മാർ എല്ലാം തരത്തിൽ മറ്റേ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഇല്ലേ, ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് നടത്തിയതിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്ത് നടത്തിയ സ്വർണ്ണഭ്രാന്തന്മാർക്ക് അവന്മാരാണ് ഈ പറയുന്ന കൊള്ളയടി നടത്തിയത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പൊള്ളി. ഇവർക്ക് എന്തുകൊണ്ടാണ് പൊള്ളിയത്? അവിടെ വികാരം വ്രണപ്പെട്ടു, മതവികാരമല്ല, ഇവന്മാരുടെ വികാരമാണ് വ്രണപ്പെട്ടത്. അതാണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ആദ്യം പൊള്ളിയത് AR റഹീമിനായിരുന്നു. റഹീം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് കരച്ചിലായി, വലിയ വിഷമമായി AR റഹീമിന്. അവിടെ പാർലമെൻറ്റിൻ്റെ പുറത്ത് MP-മാരടക്കം ഈ പാട്ട് പാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കോൺഗ്രസ് MP-മാരാണ് പാർലമെൻറ്റിന് മുന്നിൽ പാടി. അതിന് പിന്നാലെ AR റഹീമിന് പൊള്ളിയതിന് ശേഷം പിന്നീട് രാജു എബ്രഹാം പറയുന്നു ഇത് വിശ്വാസത്തെ മുറിവേൽപ്പിച്ചു, വലിയ വേദനയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ IFFKക്ക് കുറേ സിനിമകൾ കൊണ്ടുവന്നു, അത് പലതും കാണിക്കേണ്ട, അതിനൊന്നും അനുമതിയില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അയ്യോ ആവിഷ്കാര സ്വാതന്ത്ര്യം അതെല്ലാം പ്രദർശിപ്പിക്കുന്നു. ഇവിടെ ഒരു പാട്ടിറക്കിയപ്പോഴത്തേക്കും നിന്ന് മുള്ളുന്നവന്മാരാണ് സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. ഈ അസഹിഷ്ണുത എന്നൊക്കെ അവന്മാർ കൊട്ടിഘോഷിക്കുകയില്ല. അസഹിഷ്ണുത എന്ന വാക്ക് എവിടെയാണ് ഉണ്ടായത്? അസഹിഷ്ണുത എന്ന് പറയുന്ന വാക്ക് സോവിയറ്റ് യൂണിയനിലെ അസഹിഷ്ണുതയ്ക്കെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റുകളുടെ അസഹിഷ്ണുതയ്ക്കെതിരായിട്ട് ഉയർന്നു വന്ന ഒരു വാക്കാണ്. നിരന്തരമായി മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള കലാനിർമ്മിതിയെയും അവൻ്റെ സാഹിത്യ പ്രവർത്തനത്തെയൊക്കെ തടയിട്ടുകൊണ്ട് ഏറ്റവും മനുഷ്യവിരുദ്ധമായിട്ട് ഉള്ള പ്രവർത്തനം നടത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ സോവിയറ്റ് യൂണിയനിൽ ഏകാധിപത്യ അധികാരം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന ഒരു വാക്കാണ് അസഹിഷ്ണുത. ഈ അസഹിഷ്ണുതയ്ക്കെതിരെയാണ് ജനങ്ങൾ വലിയ തോതിൽ ശബ്ദമുയർത്തിയിട്ടുള്ളത്. സോവിയറ്റ് യൂണിയൻ ചരിത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവിടെയാണ് ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പ് ഉള്ളത്. ഇപ്പോഴും ചൈനയിലാണ് സെൻസർഷിപ്പിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് സർക്കാരിനെതിരായിട്ടൊരു വക മിണ്ടാൻ കഴിയില്ല, നയങ്ങളെ വിമർശിക്കാൻ കഴിയില്ല, ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉയർത്താൻ കഴിയില്ല. അധികാരത്തിനെ പഞ്ചപുച്ഛമടക്കി വണങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ് ചൈനയിലുള്ളത്. കമ്മ്യൂണിസ്റ്റുകൾ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇതാണ് അവസ്ഥ. കടക്ക് മാറി നിൽക്കങ്ങോട്ട് ഇങ്ങനെയൊക്കെയുള്ള ആജ്ഞ പുറപ്പെടുവിക്കുന്ന ധാർഷ്ട്യം നിറഞ്ഞ ഭരണാധികാരികളാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളത്. ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ ഇത്തരത്തിലൊരു പാരഡി ഗാനം വന്നാലും പേടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. DGPക്കാണ് പരാതി കൊടുത്ത ആരാണെന്ന് പറയാം. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ്
ഈ പറയുന്ന പരാതി കൊടുത്തിരിക്കുന്ന ഗാനം ശരിയല്ല, അത് വിശ്വാസികളെ പൊള്ളിക്കുന്നതാണെന്ന്. എത്ര പാരഡി വന്നിട്ടുണ്ട് ഇവിടെ, നിരന്തരമായി പാരഡി ഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാത്തിനും പുറമെ ഈ ഗാനത്തെ വെളിയിലേക്ക് കൊണ്ടുവന്ന ജനങ്ങളിലേക്ക് എത്തിച്ച ആൾ മുസ്ലിം നാമധാരിയാണ് എന്നുള്ളതാണ് സഖാക്കളുടെ മറ്റൊരു പ്രശ്നം. ഇവിടുത്തെ അയ്യപ്പന് മതമില്ലടോ, അതാണ് ഒന്നാമത്തെ കാര്യം. അയ്യപ്പ ഭക്തരായിട്ട് മുസ്ലിങ്ങളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, ഹിന്ദുക്കളുമുണ്ട്, നാനാജാതി മതസ്ഥരുമുണ്ട്. അതായത് അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ മുന്നിൽ ഇവിടെ പറയുന്ന ക്ഷേത്രപ്രവേശനത്തിന് മുൻപും അതിനൊക്കെ വളരെ കാലം മുൻപും അയിത്തോച്ചാടനത്തിനൊക്കെ ഒരുപാട് മുൻപും കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുൻപും അയ്യപ്പനെ തൊഴാനായിട്ട് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സകലമാന മനുഷ്യർ ഒന്നിച്ച് നിന്ന് ദേഹത്ത് മുട്ടി ഉരുമി നിന്ന് തന്നെയാണ് ശബരിമലയെ തൊഴുതിട്ടുള്ളത്. അവിടെ ആർക്കും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യേകത കൊടുത്തതായിട്ടോ ബ്രാഹ്മണർക്ക് പ്രത്യേകത ഉള്ളതായിട്ടോ ഒന്നും കണ്ടിട്ടില്ല. അയ്യപ്പൻ്റെ മുന്നിൽ എല്ലാവരും സ്വാമിമാരാണ്. മാലയിട്ട് കഴിഞ്ഞാൽ നമ്പൂതിരി മുതൽ ഏറ്റവും അടിയിലുള്ള ഏത് താഴ്ന്ന ജാതി എന്ന് ഈ പറയുന്ന സോക്കാൾഡ് സിസ്റ്റം പറഞ്ഞാലും ശരി തന്നെ അവിടെയൊന്നും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും സ്വാമിയാണ്, അയ്യപ്പനാണ് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. അവിടെ ജാതി ഇല്ലാത്ത ഏറ്റവും വലിയ തത്വചിന്തയുടെ അദ്വൈത ദർശനത്തിൻ്റെ ഏറ്റവും മഹത്തായ വാക്യമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് തത്വമസി എന്നുള്ളതാണ്. ഞാൻ നീ തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമല്ലോ സാധാരണ ഗോബ്രാഹ്മണ എന്ന് തുടങ്ങി പറയുന്ന വാചകങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരം പറയുന്നത് ഗോബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു എന്ന് പറഞ്ഞാൽ മൃഗം തൊട്ട് ബ്രാഹ്മണർ വരെയുള്ള, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പഠിച്ച് അറിവ് നേടി വിവരം വെച്ച് അവൻ ബ്രഹ്മജ്ഞാനം നേടാൻ ഉതകുന്ന രീതിയിലേക്ക് ജീവിതചര്യയെ മാറ്റിയവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ മുതൽ മൃഗങ്ങൾ വരെ, അതായത് പുറകിലിട്ട് ജനിക്കുന്നവരല്ല കേട്ടോ, ഏറ്റവും ബ്രാഹ്മണൻ മുതൽ ഏറ്റവും മൃഗങ്ങൾ വരെയുള്ള സകലമാന ജന്തുജാലങ്ങളെയും ചരാചരങ്ങളെയും എല്ലാത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണൻ മുതൽ പശു വരെ എന്ന് പറയുന്ന എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ഒരു വാക്കാണ് തത്വമസി എന്ന് പറയുന്നത്. ആ തത്വമസി എന്ന് പറയുന്ന വലിയ ദർശനമാണ് ശബരിമല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ജാതിയില്ല. ആരൊക്കെ മാലയിടുന്നോ, വ്രതം പിടിച്ച് മാലയിടുന്നത് ആരൊക്കെയാണോ അവരെല്ലാവരും തന്നെ സ്വാമിയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ജാതിക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്ത പങ്കുവച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ശബരിമല. അവിടെ മതമില്ല, മതത്തിന് ഒരു സ്ഥാനവുമില്ല. ഏത് മതത്തിൽപ്പെട്ടവർക്കും അവിടെ വരാം. ക്രിസ്ത്യാനിയോ മുസ്ലിമോ പാഴ്സിയോ ജൂതനോ വിദേശികളൊക്കെ ഒരുപാട് പേർ വർഷങ്ങളായിട്ട് ശബരിമല സീസണാകുമ്പോൾ മാലയിട്ട് മല കയറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വിദേശികളൊക്കെ ഒരുപാട് പേർ വരാറുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യക്കാർ ഒരുപാട് പേർ, മഹാരാഷ്ട്രയിൽ നിന്നും ഒറീസയിൽ നിന്നും അടക്കം ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. ഇനിയും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ കൂടുതലായിട്ട് എത്തുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ശബരിമല മാറുന്നുണ്ട്. ആ ശബരിമലയിലാണ് വർഗീയത കൊണ്ട് കളിക്കാൻ CPM ഇറങ്ങിയിരിക്കുന്നത്, സഖാക്കൾ ഇറങ്ങിയിരിക്കുന്നത്. പാട്ട് എഴുതിയത് ഒരു മുസ്ലിം നാമധാരിയാണ്, ഈ പാരഡി എഴുതിയത് എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. പക്ഷേ അന്ന് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ മഹത്വം, കല, സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് കരയുന്ന സഖാക്കളിൽ നിന്നാണ് ഈ പറയുന്ന വൈകൃതം പുറത്തേക്ക് വരുന്നത്. കാരണം ഈ ഇലക്ഷൻ തോറ്റതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഈ ഇലക്ഷനിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഘടകങ്ങളിലൊന്ന് ശബരിമലയാണ്. ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചിരിക്കുന്നു, ഹിന്ദു വോട്ട് ബാങ്ക് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി തന്നെ ഇവരുടെ കമ്മ്യൂണിസ്റ്റുകളുടെ കപട വിശ്വാസം തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്വൈതം സിനിമയ്ക്കകത്ത് പറയുമല്ലോ. ദേവൻ എന്തിനാ പൊന്ന്, സ്വർണം, പണം ഇതൊക്കെ അടിച്ചു മാറ്റി നമുക്ക് സുഖിക്കാമെന്ന് പറയുന്ന സഖാക്കളുടെ അതേ രീതി തന്നെയാണ് ശബരിമലയിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് പത്മകുമാർ സഖാവും വാസു സഖാവും ഒക്കെ ജയിലിനകത്ത് കിടക്കുന്നത്. ഇവർ ഇങ്ങനെ കൊള്ളയടിച്ചവർ, ഇവൻ്റെ യാഥാർത്ഥ്യത്തിലേക്കൊക്കെ അന്വേഷിച്ച് പോയാൽ ദൈവസമാനരായിട്ട് കാണുന്ന പലരും ജയിലിൽ പോകേണ്ടി വരുമെന്നാണ്. അതിന് വലിയ അമാന്തമൊന്നുമില്ല. താമസിയാതെ ഇതിനെ ഫലം കാണേണ്ടി വരും. അയ്യപ്പനോട് കളിച്ചവരെല്ലാം അത് അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ കാരാഗ്രഹവാസം യോഗമുണ്ട് എന്ന് കരുതി ചിലരൊക്കെ വീട്ടിൽ വലിയ ഹോമവും യാഗവും പൂജയും ഒക്കെ നടത്തുന്നുണ്ട്. എങ്കിലും ശരി തന്നെ, ഏത് കൊടി കെട്ടിയ ഇരട്ടച്ചങ്കനായാലും ശരി തന്നെ, വിധിയുണ്ടെങ്കിൽ അയ്യപ്പനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും. എന്തായാലും പോറ്റിയേ കേറ്റിയേ എന്നുള്ള പാട്ട് വലിയ രീതിയിൽ വൈറലാവുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്ന ആൾക്കാർ DGPയുടെ അടുത്ത് പരാതി കൊടുത്ത് ഇതാ പൂട്ടിക്കാനും ആൾക്കാരെ പാടാതിരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്രയൊക്കെ തടഞ്ഞാലും ശരി തന്നെ പോറ്റിയെ കയറ്റിയെ ഇനിയും പാടിക്കൊണ്ടിരിക്കും ജനങ്ങൾ. അത് കൂടുതൽ പാടും. ഇവന്മാരാണ് കള്ളന്മാർ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഇവൻ നഗ്നനാണ്, തുണിയെടുക്കാത്തവനാണ് ഇവൻ നഗ്നാണ്, ഇവരാണ് കട്ടത് എന്നുള്ളത് ജനങ്ങൾ ഉറക്കി ഇനിയും പാടും. അതിൽ യാതൊരു സംശയവുമില്ല. സഖാക്കളാണ് കട്ടത് എന്നുള്ളത് ആ പാട്ടിലുണ്ട്. അത് ജനങ്ങൾ ആവർത്തിച്ച് പാടും. വരും തെരഞ്ഞെടുപ്പുകളിലും ഇത് തന്നെയായിരിക്കും ഏറ്റവും വലിയ ഗാനമായി മുഴങ്ങി കേൾക്കാൻ പോകുന്നത്.
നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ചാനൽ തുറന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം, ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ലൈവിന് ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരു 10 ലക്ഷത്തിന് മുകളിൽ റിയൽ ടൈം വ്യൂവർഷിപ്പ് നമുക്കുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ അത്രയും എത്തുന്നില്ല. കാരണം നിങ്ങളിത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളങ്ങ് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ഉറപ്പായും ചാനൽ തുറക്കുക, സബ്സ്ക്രൈബ് ബാർ നോക്കുക, അവിടെ ഒന്ന് വിരലമർത്തുക, പിന്നെ ഇടതുവശത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കുക.